ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ കവിജാസി ബൈ കാവ്യ. ഇന്നത്തെ വീഡിയോ ഒരു പോസ്റ്റ് വെഡ്ഡിംഗ് റിസപ്ഷൻ മേക്ക് ഓവറാണ് കേട്ടോ. ബ്രൈഡിൻ്റെ പേര് പ്രിയങ്ക എന്നാണ്. നമ്മൾ ഓൾറെഡി ആളുടെ വെഡ്ഡിംഗ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയങ്കയുടെ ഫേസ് നല്ല ഡ്രൈ ആയിരുന്നു, പക്ഷേ ആളുടെ ഫേസിൽ നല്ല രീതിയിൽ ഒരു പിമ്പിൾസൊക്കെ വന്നതിൻ്റെ മാർക്സും അതുപോലെ പിമ്പിൾസും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ യു കെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ആയിരിക്കും അത്രയും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ടോണറും മോയ്സ്ചറൈസറൊക്കെ കൊടുത്ത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ആളുടെ ഐയുടെ ഒരു കറക്ഷനാണ് നമ്മൾ കൊടുത്തത്. കൺസീലറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ടാർട്ട് എപ്പോഴും. ഐ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ആളുടെ ഫേസിൽ ആക്നെ വന്നതിൻ്റെ കുറച്ച് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. then അതൊരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഈവൻ ആക്കി ബ്ലെൻഡും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളുടെ ഫേസ് നല്ല ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് പൗഡർ ഒന്നും യൂസ് ചെയ്യാതെയാണ് മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൾക്ക് സ്യൂട്ടായിട്ടുള്ള രീതിയിലൊരു ഫൗണ്ടേഷനും കൊടുത്തു. ഫേസ് മേക്കപ്പിൽ ഞാൻ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഐബ്രോസ് ഒരുപാട് ഡാർക്ക് ആവാതെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാത്ത രീതിയിൽ ഞാൻ രണ്ടും ഈക്വലാക്കി ടൈം എടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. പ്രിയങ്കയുടെ ഐബ്രോസ് രണ്ടും രണ്ട് ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു എൻഡ് ലൈനൊന്നും പ്രത്യേകിച്ച് അവിടെ ഹെയർ ഉണ്ടായിരുന്നില്ല. ഞാനത് കുറച്ച് ഡാർക്കനാക്കി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആളുടെ ഫേസിലിട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ്റെ ഒരു ഷെയ്ഡ് ബ്രൈറ്റ് എടുത്ത് ഞാൻ ആളുടെ ഐബ്രോസിന് ചുറ്റും ഇങ്ങനെ ലൈൻ ചെയ്തു. അത് കുറച്ചും കൂടെ നല്ല ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് തന്നെ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളുടെ ആ ഒരു കോസ്റ്റ്യൂമിന് മാച്ച് ആയിട്ടുള്ള ഒരു ഷിമ്മറും കൂടെ കൊടുക്കുന്നുണ്ട്. ജെൽ ലൈനർ വെച്ചിട്ടാണ് ആൾക്ക് ലൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആളുടെ കണ്ണിന് താഴെ കുറച്ച് ലൈൻസ് വരുന്നുണ്ടായിരുന്നു. സോ ഞാനതൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ താഴെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ജെൽ ലൈനർ തന്നെയാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ടുണ്ടാവും ജെൽ ലൈനർ വെച്ച് നമ്മൾ ലൈൻ ചെയ്യാൻ നേരത്ത്. പിന്നെ ഞാൻ ബ്ലാക്ക് കളർ ഷാഡോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇപ്പോൾ കോണ്ടോറിങ് ആണ് ചെയ്യുന്നത്. ഒരുപാട് ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, ലൈറ്റായിട്ട് പൗഡർ വെച്ചിട്ടൊന്ന് കോണ്ടോറിങ് ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഫോർഹെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഏരിയ നന്നായിട്ട് ഞാൻ കോണ്ടോറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോണ്ടോറിങ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഫോർഹെഡ് നന്നായിട്ട് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. ആളുടെ ഫീച്ചേഴ്സ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ബ്ലഷാണ് കൊടുക്കുന്നത്. ഒരുപാട് ഹെവി ആവാതെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ബ്ലഷ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ബ്ലഷ് കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ചീക്ക്, ചിന്ന്, നോസ്, ഫോർഹെഡ്, ആ ഒരു ഏരിയയിലൊക്കെ ഞാൻ ബ്ലഷ് കൊടുക്കാറുണ്ട്. കുറച്ച് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീൽ എനിക്കങ്ങനെ തോന്നാറുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ. ഹൈലൈറ്റിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലിപ്പ് ചെയ്തു കേട്ടോ. ആളുടെ ഫേസ് കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ. ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലിപ് ഷെയ്ഡ് വരാൻ നേരത്ത് കുറച്ച് ബ്രൈറ്റ് ആവുമല്ലോ ഫേസിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ കൊടുത്ത ലിപ് ഷെയ്ഡ് തന്നെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ലിപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്ത് ആൾ പറഞ്ഞ ഷെയ്ഡ് തന്നെയാണ് ലിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ലിപ്സ്റ്റിക് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷെയ്ഡ് ആൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റിസപ്ഷൻ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഗ്ലോ ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും എപ്പോഴും ബെറ്റർ. നല്ല രീതിയിൽ ആളുടെ ഫേസിൽ ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസും ചീക്കും ചിന്നും അപ്പർ ലിപ്പും ലോവർ ലിപ്പിൻ്റെ ആ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് ഞാൻ ഹൈലൈറ്റിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമൻറ്റ് വരാറുണ്ട് ഏത് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ മാക്കിൻ്റെ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ മിക്കവരും പറയാറുണ്ട് മാക്കിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ലാസ്റ്റിംഗ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടെന്ന്. എനിക്കും ഫസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്പ്രേ ചെയ്തിട്ടായിരിക്കും. ഏതെങ്കിലും സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നാണ് ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. അതിൻ്റെ പ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഫ്രണ്ട് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്താൽ മതി, എന്നിട്ട് ആ ലെങ്ത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ മതി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആ ഒരു സൈഡ് പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഫുൾ ലൈൻ ചെയ്ത് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പെർഫെക്റ്റായിട്ട് ലൈൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൈനിങ് സ്പ്രേ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹാർഡ് സ്പ്രേ ഒന്നും യൂസ് ചെയ്ത് ലൈൻസ് ഡിഫൈൻ ചെയ്യാൻ നോക്കരുത്. അതിപ്പോൾ നമ്മൾ എടുക്കുന്നത് കറക്റ്റ് അല്ലെങ്കിലും ഹാർഡ് സ്പ്രേ ആണെങ്കിൽ നമുക്കത് പിന്നീട് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഷൈനിങ് സ്പ്രേ പോലത്തെ ഏതെങ്കിലും സ്പ്രേ വെച്ചിട്ട് വേണം
നമ്മളതൊന്ന് ലൈൻസൊക്കെ ഡിഫൈൻ ചെയ്യാം. ദെൻ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് സ്പ്രേ ഏതെങ്കിലും കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്യാം. ഹാർട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ഹെയർ ഫുള്ള് ഷൈനിങ് സ്പ്രേ കൊടുക്കാറുണ്ട് കേട്ടോ. അത് നല്ല ഷൈനിങ് ആയിട്ട് ഹെയർ ഉണ്ടാവാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.